ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു സിമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒന്നും വഴറ്റിയൊന്നും എടുക്കാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തൊട്ട് വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെയുള്ളൊരു ചോപ്പർ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ചോപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് തന്നെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 സവോള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇതുപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയാണ്, വാളംപുളി എടുത്തിട്ടുണ്ട്. അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, എല്ലാം നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലെ ബ്ലേഡൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അതിന് ശേഷം നമുക്കിത് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായില്ല. ഇനി 2 ഐറ്റം കൂടി നമുക്കിതിലേക്ക് ചേർക്കണം. അപ്പോൾ നമ്മളിത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. അതിന് ശേഷം സ്പൂൺ കൊണ്ടാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അല്ലെങ്കിൽ കൈ വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി ഉടച്ച് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ചോറിനൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ചമ്മന്തി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്